എം.ടി. മൂസ എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു നാഴികക്കല്ലാണ്, ഒരു പൊൻതൂവലാണെന്ന് പറയാം. കാരണം ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷമായി. 8 വർഷമായിട്ടും ഇന്നും ജനങ്ങൾ എന്നെ വിളിക്കുന്നത് മൂസക്കാണ്. അതിൻ്റെ ഒരു തുടർഭാഗം വരണമെന്ന് ആളുകൾ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇനിയത് നടക്കില്ല. കാരണം സുരഭിയൊക്കെ പിടുത്തം വിട്ടുപോയി. ദേശീയ അംഗീകാരമൊക്കെ നേടി അവളിപ്പോൾ വലിയ വലിയ സിനിമകളിൽ ഇപ്പോൾ ടോവിനോടെ നായികയായിട്ടൊക്കെ വരാൻ പോവാണ്. എനിക്ക് സാധിക്കാതെ പോയ ഒരു ആഗ്രഹം, സ്വപ്നം, അത് മകനിലൂടെ സാധിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ മുഴുനീള ഒരു വേഷമാണ്. മുഴുനീള വേഷമാണ്. ഞാൻ വിക്കുള്ളൊരു കഥാപാത്രമാണ്. സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പം ടെൻഷൻ വരുമ്പം വിക്ക് കൂടും, സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും. ഫൈസലിനോട് ചോദിച്ചു, വിനോട്ട നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ക്യാരക്ടറിന് കൊടുക്കാൻ, അപ്പം നമുക്കൊരു വിക്കനാക്കിയാലോ എന്ന് ചോദിച്ചപ്പം അത് നല്ലതാണെന്ന് പറഞ്ഞു. തുടങ്ങി വെച്ചു, അഭിനയിക്കുമ്പോഴൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുടുങ്ങി. പലരും ചോദിക്കുന്നത് എന്താ വിനോദ കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ മാന്ത്രികൻ്റെ കഥയാണോ എന്നൊക്കെ ചോദിക്കും. അതെ അതെ, ഞാൻ കട്ടപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലം, ഒരു ഉൾനാടാണ്, ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലം. അവിടുത്തെ ഒരു മാന്ത്രികൻ. ആ മാന്ത്രികന്റെ പ്രത്യേകത എന്താണ്, എന്ത് മാന്ത്രികനാന്ന് ഇപ്പൊ പറയില്ല. ആരാണ് മാന്ത്രികൻ? മാന്ത്രികൻ ഞാനും ആവാം, എൻ്റെ മകനും ആവാം. ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വിനോദനാണ് നമ്മുടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയിലേക്ക് എത്തുന്നത്? കട്ടപ്പാടത്തെ മാന്ത്രികൻ ശരിക്കും ഒരു അത്ഭുത സിനിമയാണ്. കാരണം അതിൻ്റെ സംവിധായകനായ ഫൈസൽ ഹുസൈൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കഥ പറഞ്ഞു ആദ്യമായിട്ട്. അപ്പോൾ ഈ കഥ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുള്ള മൂഡുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആദ്യം ഷോർട്ട് ഫിലിം ആയിരുന്നു. അങ്ങനെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അപ്പം എന്നെയും സുരഭി ലക്ഷ്മിയും ഒക്കെയാണ് മനസ്സിൽ കണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അതെ. അപ്പോൾ അയാളൊന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഫൈസലിനോട്, ഫൈസൽ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് ഒതുക്കണ്ട, ഇതൊരു ഷോർട്ട് ഫിലിം ആവേണ്ട സിനിമയല്ല, ഇത് ശരിക്കും ഒരു സിനിമയാവണം, ഒരു ബിഗ് സ്ക്രീനിൽ വരണത്. അത്ര നല്ലൊരു കഥയാണ്. കാരണം പ്രണയമുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എന്തോ ഒരു സുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ ഇതിനൊരു സിനിമയൊക്കെ നോക്കുന്നത്. അപ്പോൾ അവൻ അയ്യോ വിനോട്ടാ, സിനിമ ഒന്നും എൻ്റെ മനസ്സിലില്ല, ഞാൻ ചെറിയൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ ചെയ്യാനൊക്കെ. അതൊക്കെ കിട്ടും, പ്രൊഡ്യൂസർക്ക് നീ വിചാരിച്ചാൽ കിട്ടും. കാരണം ഇത്ര നല്ലൊരു കഥ ഒക്കെ ഒരു പ്രൊഡ്യൂസർ കിട്ടാണ്ടിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവനെ പറഞ്ഞു കിട്ടും. പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വിനോട്ട പ്രൊഡ്യൂസർ കിട്ടി, നമുക്ക് സിനിമയാക്കാം. അങ്ങനെ സ്ക്രിപ്റ്റ് സിനിമയിലേക്ക് പോകണം. അങ്ങനെ സിനിമ സ്ക്രിപ്റ്റൊക്കെ ആയി കഴിഞ്ഞപ്പം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യണം, ഷൂട്ടിംഗ് തുടങ്ങണം. കോഴിക്കോടും മലപ്പുറം ജില്ലകളിലൊക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ നായകൻ്റെ അച്ഛൻ്റെ വേഷമാണ്. കുഞ്ഞിരാമൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കുറച്ച് പ്രായമുള്ളൊരു ക്യാരക്ടറാണ്. മകന് എനിക്ക് സാധിക്കാതെ പോയ ഒരു ആഗ്രഹം, സ്വപ്നം, അത് മകനിലൂടെ സാധിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ മുഴുനീള ഒരു വേഷമാണ്. മുഴുനീള വേഷമാണ്. എൻ്റെ കഥാപാത്രത്തിന് അച്ഛനും മകനും തമ്മിലൊരു സെൻറ്റിമെൻറ്റ്സ് ഒരുപാടുണ്ട് ഇതിനകത്ത്. പെർഫോമൻസ് ചെയ്യാനുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ട് എനിക്ക്. പിന്നെ അതിലുപരി ഞാൻ വിക്കുള്ളൊരു കഥാപാത്രമാണ്. സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പം ടെൻഷൻ വരുമ്പം വിക്ക് കൂടും, സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും. അപ്പോൾ അതൊക്കെ ശരിക്കും വിക്ക് ഫൈസലിനോട് ചോദിച്ചു, വിനോട്ട നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ക്യാരക്ടറിന് കൊടുക്കാൻ, അപ്പം നമുക്കൊരു വിക്കനാക്കിയാലോ എന്ന് ചോദിച്ചപ്പം അത് നല്ലതാണെന്ന് പറഞ്ഞു. തുടങ്ങി വെച്ചു, അഭിനയിക്കുമ്പോഴൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുടുങ്ങി. ഡബ് ചെയ്യുന്ന സമയത്ത് ഈ വിക്ക് കറക്റ്റ് വന്നില്ലെങ്കിലേ, അപ്പം ഞാൻ ഈ സിനിമയുടെ ഡബ്ബിങ് ഒരു 6 ദിവസം കൊണ്ടാണ് തീർത്തത്. കാരണം പറ്റുന്നില്ല, കറക്റ്റ് മീറ്ററിന് അത് വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത്രയും കറക്റ്റ് ചെയ്തിട്ടാണ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ K7 സ്റ്റുഡിയോ എന്നാണ് ചെയ്തത്. പിന്നെ അതിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് പ്രിയയാണ്. പ്രിയ നാടകത്തിൽ നിന്നും സിനിമയിലെത്തി. ഇപ്പോൾ സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ആക്ട്രസ്സാണ് പ്രിയ. പ്രിയയും ഞാനും മകൻ്റെയും ഒരു കഥയാണ്, ആ കുടുംബത്തിൻ്റെ കഥയാണ്. പിന്നെ മകൻ്റെ കുറേ സുഹൃത്തുക്കളും, മകൻ്റെ കുട്ടിക്കാലം, പിന്നെ മകൻ്റെ പ്രണയിനി, അവളുടെ കുടുംബം. പിന്നെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ ഭയങ്കര പച്ചപ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കര സ്നേഹനിധികളായ ജനങ്ങളാണ്. പൊതുവേ ഇപ്പോൾ ഞങ്ങളവിടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട്, അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമല്ലോ, അതൊക്കെ ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ സിനിമയിലും പച്ചയായ കുറേ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഫൈസൽ ഇതിനകത്ത് വലിയ താരങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സിനിമ വലിയ രീതിയിൽ തന്നെ ഫൈസൽ ചെയ്തിട്ടുണ്ട്, കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല.
നല്ലൊരു പ്രൊഡ്യൂസർ കിട്ടി, നജീബ് ഖാൻ എന്ന പ്രൊഡ്യൂസർ. അപ്പോൾ പ്രൊഡ്യൂസറും അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രൊഡ്യൂസർ എപ്പോഴും സെറ്റിൽ വരും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ എല്ലാത്തിനും ഫൈസലിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ അതാ എനിക്ക് ശരിക്കും ഫൈസൽ ശരിക്കും ഒരു അത്ഭുതമാണ്. ഫൈസൽ ഇതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും മാത്രമല്ല, ശരിക്കും ഓൾ ഇൻ ഓൾ ആണ് ഫൈസൽ. അതായത് എല്ലാത്തിനും ഫൈസൽ ഇതിന് ഒരു എന്താ പറയുക, ഭയങ്കര ഡെഡിക്കേഷനാണ് ആൾ. പിന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ആളുകളെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഓരോ പ്രോഗ്രസ്സും അറിയിക്കുകയും ഓരോ കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുകയും എല്ലാവരെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര ഇപ്പോഴേ വൈറലാണ് സാധനം. ഒരുപാട് ആളുകൾ എന്നോട് പലരും ചോദിക്കുന്നത്, എന്താ വിനോദ കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ മാന്ത്രികൻ്റെ കഥയാണോ എന്നൊക്കെ ചോദിക്കും. അതെ, ഞാൻ കട്ടപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലം, ഒരു ഉൾനാടാണ്, ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലം. അവിടുത്തെ ഒരു മാന്ത്രികൻ. ആ മാന്ത്രികന്റെ പ്രത്യേകത എന്താണ്, എന്ത് മാന്ത്രികനാന്ന് ഇപ്പൊ പറയില്ല. ആരാണ് മാന്ത്രികൻ? മാന്ത്രികൻ ഞാനും ആവാം, എന്റെ മകനും ആവാം. അത് തിയേറ്ററിൽ വന്നല്ലേ അറിയുള്ളൂ. അപ്പൊ മാന്ത്രികനെ കുറിച്ച് അങ്ങനെ കഥ എന്താണെന്ന് ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ല, എന്ത് മാന്ത്രികൻ എന്ന് പലരും ചോദിക്കുന്നു. അപ്പൊ അതും പറയുന്നില്ല. അത് തിയേറ്ററിൽ വന്ന ആളുകൾ അത് തിയേറ്ററിൽ വന്ന ആളുകൾ കാണട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇത് വളരെ നിഷ്കളങ്കമായ ഒരു കഥയാണ്, യാഥാർത്ഥ്യമായൊരു കഥയാണ്. ഇങ്ങനൊരു കഥ ഏത് നാട്ടിലും നടക്കും. ഇങ്ങനൊരു അച്ഛനും മകനും, ഭയങ്കര വൈകാരിക ബന്ധമുള്ള ഒരു അച്ഛനും മകനും. അപ്പം അങ്ങനെ ഒരു കഥ നടക്കും, തീർച്ചയായിട്ടും നടക്കും. പിന്നെ ഈ മകനൊരു പ്രണയമുണ്ട്. ആ പ്രണയിനി വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നുള്ള കുറേ തമാശകളും, നല്ല കുറേ തമാശകളുണ്ട് സിനിമയിൽ. കുറേ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, നല്ലൊരു പാട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ സിനിമയായിട്ടാണ് കട്ടപ്പാടത്തെ മാന്ത്രികനെ ഞങ്ങൾ കാണുന്നത്. പിന്നെ വലിയ താരപരിവേഷങ്ങളൊന്നും സിനിമയിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം അതല്ലാതെയുള്ള ഒരുപാട് സിനിമകൾ ഇപ്പം ഹിറ്റാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ കട്ടപ്പാടത്തെ മാന്ത്രികനെയും ജനങ്ങൾ അംഗീകരിക്കും, ജനങ്ങൾ നെഞ്ചിലേറ്റും എന്ന് വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ വിനോദേട്ടൻ എത്രയൊക്കെ സിനിമ ചെയ്താലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചൊരു സംഭവം, ഒരു വേഷം അല്ലെങ്കിൽ ഒരു ഇതാണ് MIT മൂസ അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലെങ്കിൽ MIT മൂസിലെ ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം എന്ന് പറയാമോ? MIT മൂസ എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു നാഴികക്കല്ലാണ്, ഒരു പൊൻതൂവലാണെന്ന് പറയാം. കാരണം ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷമായി. 8 വർഷമായിട്ടും ഇന്നും ജനങ്ങൾ എന്നെ വിളിക്കുന്നത് മൂസക്കാണ്. എവിടെ പോയാലും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതാ ഈ വയനാട്ടിൽ ദുരന്തം നടന്നില്ലേ, അവിടേക്ക് എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സ്കൂൾ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷനിലാണ്, കുട്ടികളൊക്കെ ഭയങ്കര പരിഭ്രാന്തിയിലാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് ചീറപ്പാക്കാൻ, കുട്ടികൾക്ക് പ്രിയങ്കരനായ ഒരാളെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ വിചാരിച്ചപ്പം എല്ലാവരും പറഞ്ഞു മൂസക്കായെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ എന്നെ വിളിച്ചു, ഒന്ന് വന്ന് അപ്പം ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ട്. അപ്പം നിങ്ങൾ പാത്തൂനെയും കൂടി കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് ഞങ്ങൾ 2 പേരും കൂടിയാണ് പോകുന്നത്. അടുത്ത ദിവസം ഇപ്പോൾ അവിടെ പോകുന്നുണ്ട്. അപ്പം അത് സത്യത്തിൽ ഇനി അങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയില്ല. അല്ല, അതിൻ്റെ ഒരു തുടർഭാഗം വരണമെന്ന് ആളുകൾ, പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇനിയേ നടക്കില്ല. കാരണം സുരഭിയൊക്കെ പിടുത്തം വിട്ടുപോയി, ദേശീയ അംഗീകാരമൊക്കെ നേടി. അവളിപ്പോൾ വലിയ വലിയ സിനിമകളിൽ ഇപ്പോൾ ടോവിനോടെ നായികയായിട്ടൊക്കെ വരാൻ പോവാണ്. അജയൻ്റെ 2ാം മോഷണം. ഇനി അവളൊരു സീരിയലിലേക്ക് ഇറങ്ങി വരാൻ സാധ്യത കുറവാണ്. അപ്പം എന്നോട് പ്രൊഡ്യൂസർ ചോദിച്ചു, നമുക്ക് പാത്തുവിനെ മാറ്റി കാസ്റ്റ് ചെയ്താലോ? അപ്പം അത് നടക്കില്ല എന്ന് ഞാനും പറഞ്ഞു. അപ്പം അത് നല്ല സമയത്താണ് നിന്നത്, ഒരു 350 എപ്പിസോഡ് ആയപ്പോഴാണ് നിന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ അതിൻ്റെ എപ്പിസോഡുകൾ യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണുന്നു. ഗൾഫിലൊരു ചാനൽ ഇപ്പോൾ ആദ്യം മുതലേ അത് പ്രക്ഷേപണം തുടങ്ങിയിട്ടുണ്ട് അവിടെ, ഗൾഫിലെ മലയാളിക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങൾ. കാരണം നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്താൽ ആളുകൾ കാണും തീർച്ചയായിട്ടും. കാരണം പിന്നെ ആ ഒരു പ്രോഗ്രാം കാരണം ഞങ്ങൾക്കുണ്ടായ ഭാഗ്യം, ഞാനും സുരഭിയും പോവാത്ത നാടുകളില്ല. ഗൾഫ് കൺട്രീസ് മുഴുവൻ ഞങ്ങൾ പോയി. അതിന് പുറമെ അമേരിക്ക, ഓസ്ട്രേലിയ, ലണ്ടൻ, എല്ലായിടത്തും കറങ്ങാനുള്ളൊരു ഭാഗ്യമുണ്ട്. എവിടെ മലയാളികളുണ്ടോ അവർക്കൊക്കെ പ്രിയങ്കരമാണ് ഈ 2 കഥാപാത്രങ്ങൾ. അതുപോലെ മറുമായത്തിലെ ക്യാരക്ടർ, മറുവായം 14 വർഷമായിട്ട് മറുവായത്തിലെ സിനിമ ചെയ്തു. ഇപ്പോൾ ആ സിനിമ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മറുമായത്തിലെ മൊയ്തുമായിട്ട് ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമായി. ഈ 2 പ്രോഗ്രാമാണ് ശരിക്കും എന്നെ പോപ്പുലർ ആക്കിയത്. ജനങ്ങളുടെ ഇടയിലൊരു എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത് അതാണ്. പിന്നെ ഒപ്പം ഇങ്ങനെ കുറേ സിനിമകളും വരുന്നു, വലിയ ഭാഗ്യമായിട്ട് കാണും. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലൊരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ നായകനൊക്കെ ആയിട്ടുള്ളൊരു? നായകനായിട്ട് ഞാനിപ്പോൾ ഒരു സിനിമ നായകനായിട്ട് വന്നു, 2 സിനിമകളിൽ നായകനായിട്ട് വന്നു. ഒന്ന് പച്ചപ്പ് തേടി എന്നൊരു സിനിമ,
ഒന്ന് ചായം പുഷ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 സിനിമയിലാണ് ഞാൻ നായകനായിട്ട് വന്നത്. ഇനിയിപ്പോൾ എന്നെ നായകനാക്കിയിട്ട് സിനിമ ചെയ്യാനൊരു 4 പേര് സ്ക്രിപ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്. അവരൊരു പ്രൊഡ്യൂസറെ കിട്ടാനുള്ള ഓട്ടത്തിലാണ് സ്ക്രിപ്റ്റ് റൈറ്റർമാരും സംവിധായകനും കൂടെ. നടക്കുകയാണെങ്കിൽ എനിക്ക് നല്ല അഭിനയ സാധ്യതയുള്ള ഒരു 4 കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാവും. ഇപ്പൊ ഇതിനകത്തൊരു ക്യാരക്ടർ എങ്ങനെയാണ്? തമാശ അല്ല, ഇതിലെ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ്. ഇതിൽ ഞാൻ ഒരിക്കലും തമാശ പറയുന്നില്ല. കാരണം ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരു പിതാവാണ് ഞാൻ. അപ്പോൾ ആ വേദന കണ്ട് ഇയാൾക്ക് ഇപ്പം യഥാർത്ഥ ജീവിതത്തിൽ ഇയാളുടെ മകൻ്റെ പേര് കിച്ചു എന്നാണ്. അപ്പം കിച്ചു എന്ന് വിളിക്കുമ്പോൾ തന്നെ ഇയാൾ കിച്ചോ എന്ന് വിളിക്കുക, അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ അത് ടെൻഷൻ കൂടുമ്പം കിച്ചോ ടെൻഷൻ കൂടുമ്പോൾ വിക്ക് കൂടും. അപ്പൊ സങ്കടം വരുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം എനിക്കത് ഭയങ്കര വികാര നിർഭരമായൊരു 5-8 സീനുണ്ട് സിനിമയിൽ. ഞാനും അവനുള്ള മകനും ഞാനും ഉള്ള ഒരു ഭയങ്കര സീനുകളാണ്. ശരിക്കും സീന് എടുത്തു കഴിയുമ്പോൾ തന്നെ ഫൈസിൽ വന്നിട്ട് പറയും, വിനോട്ടാ ഭയങ്കര ഫീൽ ചെയ്തു വിനോട്ടാ. ഡബ് ചെയ്യുമ്പോഴേ എനിക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത്രയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയൊരു നിമിഷമുണ്ട്. എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ചത്? അല്ല, അത് എന്നോട് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം ഈ അച്ഛന്. കാരണം അയാൾ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഇഷ്ടമായ സെൻറ്റിമെൻറ്റ്സ് അയാളോട് തോന്നാൻ എന്താ നമ്മളൊന്ന് ചെയ്യുക. അപ്പം ഞാൻ വികലാംഗനാക്കണമെന്ന് ചോദിച്ചു. ഈ വികലാംഗൻ വേണ്ട വേണ്ട, വേറെ എന്തെങ്കിലും ഒരു. അപ്പോൾ അവനെ നമുക്കൊരു വിക്ക് കൊടുക്കാം. വിക്ക് എന്ന് പറയുമ്പം ഈ ടെൻഷൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫൈസലിനത് ഓക്കെ. അല്ല, റിയൽ ലൈഫിൽ അത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? പിന്നെ ഞാനിതിനു മുമ്പ് വിക്കുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ പുതിയ തീരങ്ങളിൽ വിക്കൻ ചന്ദ്രൻ എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൽ പിന്നെ അത്ര വിക്കില്ല, എന്നാലും വിക്കുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ അത് നമ്മൾ ഒബ്സർവ് ചെയ്യും. കാരണം എനിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്ധനാവുകയാണെങ്കിൽ അത്രത്തോളം നമ്മുടെ മനസ്സിലൊരാളുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ്. അപ്പം ഞാൻ ഇപ്പം സി കേരളയിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു, വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ മരമായ ടീമിൽ തന്നെ. അതിൽ ഞാൻ ചെയ്ത അപ്പുണ്ണി എന്നൊരു ക്യാരക്ടറാണ്. ഈ അപ്പുണ്ണി ഒരു തറവാട്ടിലെ 4 മക്കളിൽ 4ാമത്തവനാണ്. അവൻ പൊട്ടെന്ന് പറഞ്ഞാൽ അവന് സ്കൂളിലൊന്നും വളരെ പോയിട്ടില്ല. ഒരു പ്രത്യേക തരം എന്തും വിളിച്ചു പറയും. അപ്പം ഇവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇതാണ് അവൻ്റെ ക്യാരക്ടർ. ഞാനവിടെ പോയിന് അച്ഛനെന്താ എനിക്കത് അവിടെ പൊക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഫുൾ ടൈം കണ്ണു ചിമ്മിക്കൊണ്ട് ഇയാൾ സംസാരിക്കുള്ളൂ. അതാണ്, അത് ഭയങ്കര സംഭവമാണ്. അത് ടെൻഷൻ. സാധാരണ ഒരു വേഷം ചെയ്യുന്നതിനേക്കാൾ പാടാണല്ലോ ഇങ്ങനത്തേക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം ചെയ്ത് ഫലിപ്പിക്കാന്ന് പറയുന്നത്. ഇതിപ്പോൾ അമ്മേ ഇന്നെന്താ ചായക്ക് കടി എന്ന് ചോദിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണ് പടപെടാന്ന് പറഞ്ഞ് അടയ്ക്കും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ സംസാരം ഇങ്ങനെയാണ്. ഞാനവിടെ പോയി നിങ്ങൾക്കെന്താ അങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ. അത് ഞാൻ തന്നെ മോൾഡ് ചെയ്തെടുത്തൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ കട്ടപ്പാടത്തെ മാന്ത്രികനിലെ കുഞ്ഞിരാമൻ എന്ന കഥാപാത്രവും എൻ്റെ സിനിമാ ജീവിതത്തിലെ നല്ലൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കും, ജനങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഏകദേശം 8-9 സിനിമകൾ റിലീസായി. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മത്സരമാണ് ഓരോ സിനിമകളും. മത്സരം എന്ന് പറഞ്ഞാൽ സിനിമകളൊന്നും മത്സരമല്ല, ഇപ്പോൾ ഏത് കാണണം എന്ന് ഒരു പ്രേക്ഷകന് ചൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമയിൽ വ്യത്യസ്തമാക്കുക എങ്ങനെയാണ്? അല്ല, വ്യത്യസ്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഇപ്പം വൻ താരനിരകളൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഞാനും സുമിത്താണ് എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത്. സുമിത്ത് നല്ലൊരു നടനാണ്. സുമിത്ത് ഒരുപാട് ഷോർട്ട് ഫിലിമുകളും റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തൊരു പയ്യനാണ്. അവനും ഞാനും ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അവൻ എൻ്റെ മകനായിട്ട് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവനും ഞാനും തമ്മിലുള്ള ഒരു സംഭവങ്ങൾ ഹൈലൈറ്റാണ്. പിന്നെ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് എല്ലാ രീതിയിലും. ആ പബ്ലിസിറ്റി കണ്ട് ജനങ്ങൾ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഒരു ഓഡിയൻസിനോട് പറയാനുള്ളത്, നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മുന്നിലേക്ക് ഫൈസൽ ഹുസൈൻ തരുന്ന ഒരു മനോഹരമായ സിനിമയാണ്. ഒരു അശ്ലീലങ്ങളും ഇല്ലാത്ത, ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത, കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന, നമ്മളും ഇതിലൊരാളാണ്, ഈ നാട്ടിൽ ഒരു കഥാപാത്രമാണ് ഞാനും എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ. വൻ താരനിരകളൊന്നും ഇല്ലെങ്കിലും വളരെ അഭിമാനത്തോടെ പറയുന്നു, ഇത് നല്ലൊരു സിനിമയായിട്ട് മാറും. അപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതെന്തായാലും സിനിമ ഗംഭീര വിജയമാവട്ടെ. MIT മുസയിലെയും മറിമായത്തിലെയൊക്കെ
വേഷങ്ങൾ പോലെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു വേഷമായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.